മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ അഭിമാനമാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം രാജ്യം സ്വന്തം ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സമർത്ഥമായി ഏറെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തന്നെ മാതൃകയായി സൃഷ്ടിച്ചതാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ. ഈ വന്ദേ ഭാരത് ട്രെയിനുകൾ പുതിയൊരു സാധ്യത നമുക്കറിയാം. എല്ലാ രാജ്യത്തിൻ്റെ പല ഇടങ്ങളിലേക്കും വന്ദേ ഭാരത് ട്രെയിനുകൾ കടന്നു വരുന്നുണ്ട്. വേഗത്തിലുള്ള യാത്ര, കൂടുതൽ സുരക്ഷിതമായ യാത്ര, കൂടുതൽ സൗകര്യങ്ങളോടെയുള്ള യാത്ര, ഇതൊക്കെയാണ് വന്ദേ ഭാരത് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ വന്ദേ ഭാരത് ട്രെയിനുകൾ രാജ്യത്തിന് പുറത്തേക്കും നീങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ചില അയൽ രാജ്യങ്ങളും ഒപ്പം ചില സൗഹൃദ രാജ്യങ്ങളുമൊക്കെ വന്ദേ ഭാരത് ട്രെയിനുകളോട് താല്പര്യം വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ത്യ നിർമ്മിക്കുന്ന ഇന്ത്യയുടെ ഈ തീവണ്ടി ടെക്നോളജി, ട്രെയിൻ ടെക്നോളജി മറ്റു രാജ്യങ്ങളിലേക്കുള്ള വിൽക്കാനുള്ള ഒരു പുതിയ സാധ്യത കൂടിയാണ് നമുക്ക് മുന്നിൽ വഴി തുറക്കുന്നത്. അങ്ങനെയെങ്കിൽ വന്ദേ ഭാരത് ട്രെയിനുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തുന്നത് ഈ സമീപ ഭാവിയിൽ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അത് സംബന്ധിച്ച ഗൗരവമായ ആലോചനകളിലേക്ക് കടന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ നോക്കാം. വന്ദേ ഭാരത് ട്രെയിനുകളോട് താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്ന രാജ്യങ്ങൾ നമ്മുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക അടക്കമുള്ള രാജ്യങ്ങൾ താല്പര്യം വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ സൗഹൃദ ലിസ്റ്റിലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമൊക്കെ വന്ദേ ഭാരത് ട്രെയിനുകളോട് അവർ താല്പര്യമുണ്ട്. കാരണം രാജ്യം നടപ്പിലാക്കിയ ഈ ടെക്നോളജി, ഇതിൻ്റെ ഒരു സാധ്യതയാണ് അവർ നോക്കുന്നത്. ഈ രാജ്യങ്ങൾക്കെല്ലാം പൊതുവായൊരു സ്വഭാവമുണ്ട്. വികസ്വര രാജ്യങ്ങളാണ്. അതായത് വമ്പൻ സാമ്പത്തിക ശക്തികളല്ല, എന്നാൽ പുതിയ ഗതാഗത മാർഗ്ഗങ്ങളും സാധ്യതകളും പ്രയോജനപ്പെടുത്താനുള്ള മാർഗങ്ങൾ തേടുന്നവരാണ്. അവർക്കൊക്കെ ഏറ്റവും സാധ്യതയും മാർഗവുമാണ് ഇന്ത്യയുടെ വന്ദേ ഭാരത് ട്രെയിനുകൾ എന്നതാണ് പ്രത്യേകത. മറ്റൊന്നുമല്ല, നമ്മുടെ ചിലവ് കുറവ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അവർക്കൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള ചിലവ് കുറഞ്ഞ, എല്ലാ സൗകര്യവും ഒത്തിണങ്ങിയ എന്നാൽ വേഗതയുള്ള ഒരു ട്രെയിൻ എന്നത് തന്നെയാണ് വന്ദേ ഭാരതിൻ്റെ പ്രത്യേകത. പക്ഷേ വെല്ലുവിളികൾ പലതുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ വന്ദേ ഭാരതുകൾ ട്രെയിനുകൾ എത്തിച്ച് അവിടെ നൽകുമ്പോൾ വെല്ലുവിളികൾ പലതുണ്ട്. നമുക്ക് എന്താണ് ഇതിൻ്റെ നേട്ടവും വെല്ലുവിളികളും എന്ന കാര്യം കൂടി പരിശോധിക്കാം. എന്തായാലും ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ അടക്കമുള്ള നമ്മുടെ തൊട്ടയൽ രാജ്യങ്ങൾ ഈ സാധ്യത മുൻനിർത്തി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അവർ ഇവിടെ വന്ന് വന്ദേ ഭാരതിനെ നേരിട്ട് കാണുകയും ബോഗികളുടെ പ്രത്യേകതകളൊക്കെ നേരിട്ട് മനസ്സിലാക്കുകയുമാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു സാധ്യത മുന്നിൽ നിൽക്കുകയാണ്. അയൽ രാജ്യങ്ങളിലേക്ക് ഒരു പക്ഷേ സമീപ നാളുകളിൽ തന്നെ വന്ദേ ഭാരത് ട്രെയിനുകൾ എത്തിയാലും അത്ഭുതമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ എന്താണ് വന്ദേ ഭാരതിൻ്റെ പ്രത്യേകത? വന്ദേ ഭാരതിന് വിദേശ രാജ്യങ്ങളെ ഇത്രയധികം